നല്ല മണ്ടത്തരാ കാട്ടിയത്. നീങ്ങിരിക്കും. എന്ത് മണ്ടത്തരാക്കോ കാണിച്ചത്? ചാടി കേറി. അപ്പൊ ചേട്ടാ കുളത്തില് പോവാ, പുഴയെ പോവാ, എന്തൊക്കെ മാർഗങ്ങളുണ്ട്. ഗ്രൗണ്ടിൽ അക്കുവിനോട് നാട്ടിൽ നിൽക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് കേട്ടോ അജു. നാട്ടിൽ നിന്ന് പഠിച്ചാ മതി എന്ന് അജു പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയാണ്. ഇവിടെ പോലെ ആവൂല, ഫ്രീ ബേർഡായിട്ട് നടക്കാം. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നടന്നിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെയായത്. എങ്ങനെയായത്? ഇങ്ങനെ ആർക്കാണെങ്കിൽ മതി പോലെ. വേണ്ട എനിക്ക് പഠിച്ചു വന്നിട്ട് നന്ദനെ കെട്ടിക്കാൻ വേണ്ടിട്ടാണോ? അക്കുന് പഠിക്കൊന്നും വേണ്ട. അത് നന്ദനെ കെട്ടിച്ചോളൂ. നന്ദനെ ഈ കെട്ടിച്ചു വിടാൻ വേണ്ടിട്ടല്ലേ പഠിക്കണേ? അത് ഉദ്ദേശിച്ചല്ലേ ഈ പഠിക്കണേ? അന്റെ അല്ലാതെ നടത്താനോ? നന്ദനെ അക്കു കെട്ടിക്കൊന്നും വേണ്ടിയല്ല അല്ലേ? നന്ദനെ ചാടി പോയിക്കോളൂ. നന്ദയ്ക്ക് വേണ്ട ആളെ നന്ദേനെ കണ്ടുപിടിച്ചോളൂ അല്ലെ നന്ദ? ഒന്നും കേൾക്കുന്നില്ല. ഉറങ്ങിന്റെ കുട്ടി കൂർക്കം വലിക്കുന്നില്ലല്ലോ. ഉറങ്ങിയ കുട്ടികൾ വലിക്കില്ലേ? ഉറങ്ങിയ കുട്ടികൾ കൂർക്കം വലിക്കുമല്ലോ. ഉറങ്ങിയ കുട്ടികൾ കൂർക്കം വലിക്കുമല്ലോ. എന്റെ കുട്ടി ശരിക്കും ഉറങ്ങിയതാ. സ്കൂളിൽ പഠിക്കണം. ഇപ്പൊ വീഴാളാട്ടത്. അവിടെ നിക്ക്. കുഴങ്ങിയെങ്കിൽ ഇരുന്നോ? കുഴങ്ങിയോ? വേണ്ട വേണ്ട. വേണ്ട. നടന്നോ? നടന്നിട്ട് പോരും. ഞാൻ വന്നത് കൊണ്ടോ? ഞാൻ വരാം. കൊണ്ടോ? എടാ അതിന് ചള്ളിയാവോ ജോ? അക്കു എക്സാം എഴുതാൻ പോയി. അവിടെ പോയി എക്സാം എഴുതാന്. അങ്ങനെ കിടക്കാം. അടി കിട്ടോ? അതിന്റെ മൂക്ക് പോവരുതേ. നിറച്ച് വെള്ളം എന്താ ചോദിക്കണ? ചൂട് വെള്ളമാണോ വേണ്ടത്? ചൂടുവെള്ളം ഒന്നുമില്ല, നിറച്ച് കൊണ്ടുതരാൻ പറ്റുമോ?
വെള്ളം നിറയ്ക്കുന്നുണ്ട് കേട്ടോ. ഓടിവാ പോട്ടോ. ഇതെന്താ? ഓള് കുഴങ്ങിയില്ല, അതൊക്കെ പോയില്ലേ. താങ്ക് യു എൻ്റെ അബക്കുട്ടി. ഇത്തിരി നേരം അബേനെയും നന്ദക്കുട്ടീനെയും വെച്ചുകൊണ്ട് ഞാനൊന്ന് അടുക്കളയിൽ പോയതാണേ. എൻ്റെ പൊന്നെ, വേണ്ടടി പൊന്നെ, ഞാൻ എങ്ങനെ നിന്റെ അമ്മേൻ്റെ അടുത്ത് കൊണ്ടാക്കും നിന്നെ? അബാ സ്മൈൽ. ഇന്ന് ആരെ ക്രീമിൽ കളിച്ചത്? എന്താ അബ എങ്ങനെയാ ക്രീം കളിച്ചത്? ഇന്ന് നന്ദക്കുട്ടിയാണല്ലോ ക്രീമിൽ കളിച്ചത്. പിന്നെ ആരാ കളിച്ചേ? എന്നിട്ട് നമ്മൾ അബേന്റെ വീട്ടിൽ അബേനെ കൊണ്ടാക്കിയില്ലേ? അബേന്റെ അമ്മ എന്നിട്ട് എന്താ പറഞ്ഞേ? അബേന്റെ അമ്മ ചിരിച്ചു അല്ലേ? അത് അച്ഛൻ കൊണ്ടുപോയി. എന്നിട്ട് അബേന്റെ വീട്ടിൽ നിന്ന് അത് വാഷ് ചെയ്യാൻ വേണ്ടി കഴുകിയപ്പോ നന്ദക്കുട്ടി വീണില്ലേ? നന്ദക്കുട്ടി അബിൻകോടി അബ ഉന്തിട്ടോ പൊന്നീനെ? എന്നിട്ടോ എന്നിട്ട് അബക്കുട്ടിക്ക് ജെല്ലി മിഠായി നന്ദ കൊടുക്കാതെ ഒറ്റയ്ക്ക് തിന്നില്ല. അബയ്ക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ നീ ഒറ്റയ്ക്ക് വായിലിട്ടില്ലേ? അതെന്താ അപ്പൊ അബയ്ക്ക് കൊടുക്കാതെ വായിലിട്ടത്? അതെന്തിനാ? അബയ്ക്ക് കൊടുത്തില്ലല്ലോ നന്ദക്കുട്ടി. അബു നന്ദയ്ക്ക് തന്ന മിഠായിയാണ്, പക്ഷെ അബയ്ക്ക് ഒരു കഷ്ണം കൊടുക്കണ്ടില്ലായിരുന്നോ? എന്നിട്ട് അബ കരഞ്ഞില്ലേ നന്ദ ഒറ്റയ്ക്ക് തിന്നേന്? പിന്നെ എങ്ങനെയോള അന്നെ ഉന്തിടാതൊക്കെ? അന്നെ ഉന്തിയല്ല ഇടണ്ടേ? ഊഞ്ഞാല് പോയപ്പോഴും നന്ദ വീണായിരുന്നു അല്ലേ അന്ന്? അക്കുച്ചേട്ടന് ഒരു എക്സാം ഉണ്ടായിരുന്നു അല്ലേ? നമ്മളിന്ന് എക്സാം എഴുതാൻ അക്കുച്ചേട്ടനെയും കൊണ്ട് സ്കൂളിൽ പോയില്ലേ? അവിടെ ഓടി കളിച്ചില്ലേ നന്ദ? ആര്? നന്ദ സോക്സ് ഇടാതെ പോയത് അല്ലേ? എന്നിട്ട് ചെരുപ്പിടാതെ ഓടി കളിച്ചു അല്ലേ? ആ, മണ്ണില് കളിച്ചു. ആ, അമ്മയ്ക്ക് വെള്ളം എടുത്തോണ്ട് തന്നില്ലേ? പിന്നെ അവിടെ നിന്നൊരു പാട്ട് കേട്ടില്ലേ? ഏത് പാട്ടാ കേട്ടത്? ഇല്ലുമിനാറ്റി കേട്ടോ? ഓടിപ്പോയില്ല. ഇല്ലുമിനാറ്റി എന്നുള്ള പാട്ട് അവര് സ്പീക്കറിൽ പ്ലേ ചെയ്തായിരുന്നേ. പെട്ടെന്ന് ഷോക്കായ പോലെ കൊണ്ട് നന്ദ നിന്നു. പിന്നെ എന്താ സന്തോഷം എന്നറിയോ? അയ്യോ നന്ദക്കുട്ടി ഉറങ്ങിയിട്ടാ. ഉറങ്ങിയിട്ടോ? ഗുഡ് നൈറ്റ് പറഞ്ഞേക്കോ? ഉറങ്ങണ കുട്ടികൾ ഗുഡ് നൈറ്റ് പറയും. ഞാനും കിടക്കണോ? ഞാൻ കിടക്കൂല, ഈ ഒറ്റയ്ക്ക് അവിടെ കിടന്ന് ഉറങ്ങിയാ മതി.